എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് പോകാം വീഡിയോയിലേക്ക്. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ലൈവ് വീഡിയോ ഇല്ല, വ്യൂ വീഡിയോ ഇല്ല, 3-4 ദിവസമായിട്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ഥലത്തില്ല, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. ഞാൻ ബോംബെയിലാണ്. അവിടെ ഒരു 10 ദിവസത്തെ ഒരു പരിപാടിയുണ്ട്, ഒരു ഫാമിലി പ്രോഗ്രാം, പിന്നെ ചെറിയൊരു കറക്കമൊക്കെ ആയിട്ട് ബോംബെയിലായത് കാരണമാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത്. പിന്നെ ഞാൻ ടെലഗ്രാമിൽ ഇന്നലെ 1-2 പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ കണ്ടിന്യൂസ് പോസ്റ്റൊന്നും ഇടുന്ന ആളല്ല, വല്ലപ്പോഴൊക്കെ ഒരു പോസ്റ്റ് ഇടുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഈ ആഴ്ചത്തെ വ്യൂ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ്. ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഒരുപാട് സൗണ്ടും നോയ്സും കൂട്ടത്തിൽ ഒരുപാട് ആളുകളൊക്കെ ഉള്ളത് കാരണം റെക്കോർഡിങ്ങിൽ വിഷയം വരുന്ന കാരണമാണ് ഞാനത് വീഡിയോ ലൈവിൻ്റെ പോസ്റ്റ് ചെയ്യാത്തത്. വ്യൂ വീഡിയോ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മളുടെ അന്നദാതാവ് ആയിട്ടുള്ള BSc NSC BScയുടെ അവിടെ പോയിട്ടില്ല. അപ്പോൾ ഈ ആഴ്ച അവിടെ കൂടെ ഒന്ന് പോകണം, എന്നിട്ട് വേണം തിരിച്ചു പോരാൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഡംപ് ആവുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒരുവിധം ഡൗണിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് പറയുന്നുണ്ട് മാർക്കറ്റ് ഒരു സ്ഥലത്തേക്ക് വരാനായിട്ടുണ്ട്, അതിന് ശേഷമായിരിക്കും മാർക്കറ്റിലൊരു മാറ്റം ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എവിടെ പോയാലും കറങ്ങിത്തിരിഞ്ഞ് ഒരു ഭാഗത്തേക്കൊക്കെ വരണം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ലെവല് 23,914 ഞാൻ ഉദ്ദേശിച്ചൊരു ലെവല്. ഒരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു ലെവൽ അതായിരുന്നു. ഓൾമോസ്റ്റ് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇനിയും ഡൗൺ വരാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി അത്ര ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മാർക്കറ്റ് ഡൗണിൽ വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് വീക്കിലി അനലൈസൊക്കെ എടുത്ത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഡെക്സിൻ്റെ ചാർട്ടാണ്, 50 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ
അനലൈസ് ചെയ്തിട്ട് വേണം മാർക്കറ്റിലേക്ക് എൻട്രി എക്സിറ്റ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പം മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ സോൺ ഉണ്ട് 23,525 എന്നുള്ള ഒരു കൺസോളിഡേഷൻ സോണിലാണ് മാർക്കറ്റ്. കാരണം ഈ ഡൗൺ വരാനായിട്ട് പ്രത്യേകിച്ച് റീസണോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഓൾറെഡി ഇവിടെ നല്ല രീതിയിൽ അതായത് ഒരു എന്താണ് വൺ സൈഡ് മാർക്കറ്റ് മൂവ് ഉണ്ടായ അതേ സ്പേസ് മാർക്കറ്റ് ഇപ്പുറത്ത് യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും അവിടെ പ്രത്യേകിച്ച് പറയാനായിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ ലെവലിൽ മാർക്കറ്റ് നിൽക്കുന്നത് 23,631 നിൽക്കുന്നത്. അപ്പോൾ അവിടെ തൊട്ട് താഴെ ഒരു കൺസോളിഡേഷൻ സോൺ ഉണ്ട് 23,525 ഭാഗത്തേക്ക്. അപ്പോൾ ചെറിയ ഇതിന് താഴത്തോട്ട് ക്യാൻഡിൽ ഒരു 60% ഒക്കെ ക്ലോസ് ചെയ്താൽ മാത്രം നമ്മൾ ഡൗണിലേക്കുള്ളൊരു മൂവ് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അത് 23,525 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ നമ്മൾ മാക്സിമം പ്രതീക്ഷിക്കുന്ന ഒരു സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ്. അതിന് താഴത്തോട്ട് കണ്ടിന്യൂഷൻ ഡൗൺ സൈഡാണ്. അപ്പോൾ നമ്മൾ 23,600 ആ ഒരു ഭാഗത്തേക്ക് 23,400 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് ഇത്ര ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻ്റ് അല്ല, സ്ലോലി മാർക്കറ്റാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അതേപോലെ തന്നെയാണ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ആൾക്കാർക്ക് തോന്നാം ഞാൻ അപ്പ് സൈഡും പറയുന്നുണ്ട്, പി സൈഡും പറയുന്നുണ്ട്. ഞാൻ മെജോറിറ്റി ഫോഴ്സ് കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിച്ച കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ പറയുന്ന ലെവൽ എല്ലാ ദിവസവും ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ അപ്പ് മൂവ്മെൻറ്റും പറയുന്നുണ്ട്, ഡൗൺ മൂവ്മെൻറ്റും പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് സ്വാഭാവികമായിട്ടും ഹിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ 23,525 കൺസോൾട്ടേഷൻ സോണ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ആ സപ്പോർട്ട് ലെവലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 23,379, 23,345 കൺസോളിഡേഷൻ, 23,296 ഒരു സപ്പോർട്ട് ഉണ്ട്. അതും ബ്രേക്ക് ചെയ്താൽ ഈ ഒരു റെക്ടാങ്കിൾ ബോക്സിലാണ് മേജർ സപ്പോർട്ട്. അതിൻ്റെ ടോപ്പർ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ 23,264 ലോവർ ലെവൽ 23,200 ഫാൻസി നമ്പറാണ്. അപ്പോൾ അതൊരു ഏകദേശം ഒരു ലെവലാണ് ആ ലെവലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഡൗൺ സൈഡിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ. അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്നോ അല്ലെങ്കിൽ 23,525 നിന്നോ മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ മാത്രം നമ്മൾ അത് അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ അത് ഏകദേശം വരുന്ന ലെവല് 23,525 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് 23,727, 23,914 നമുക്ക് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിന് ഞാൻ കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും സിയിലായിരിക്കും. രാവിലെ കുറച്ച് നേരം പിയിലൊരു കൺസോൾട്ടേഷൻ വന്നാലും നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സിയിലേക്ക് തന്നെ ആവാനായിട്ടാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മാർക്കറ്റ് ഏത് രീതിയിലാണ് ഓപ്പൺ ആവണമെന്ന് നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ എനിവേ അത് ആ രീതിയിൽ അങ്ങനെ പോട്ടെ. കാരണം ഇവിടെ ഒരു ക്രോസ് ഓവർ RSIയിൽ വന്നിട്ടുണ്ട്. അത് ഗ്രീനിലേക്ക് കയറുമ്പോഴാണ് നമുക്കത് അപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. അപ്പോൾ ഇതും മേ ബി ഈ ഗ്രീനിൽ മുട്ടാതെ തന്നെ റീക്രോസ് ഓവർ ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമുക്കത് കൺഫർമേഷൻ ഒരു കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ രണ്ടാമത്തെ കേസ് പറയാനുള്ളത്, ക്യാൻഡിൽ ഫോം ചെയ്തേക്കുന്നത് ഒരു പക്ക ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ടാണ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പക്ക റിവേഴ്സൽ ക്യാൻഡിലാണ് ഇപ്പോൾ എൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ക്യാൻഡിൽ നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ സ്വാഭാവികമായിട്ടും സി ആണ് കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ. പക്ഷേ ഇതുപോലത്തെ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞ ദിവസമല്ല, ഒരു 1.5 മാസം മുമ്പ് ഞാൻ ഇതേപോലുള്ളൊരു ഡൗണിൽ ഇതേപോലൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലിൻ്റെ മൂവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് സംഭവിച്ചത് 1.5 മാസം 2 മാസമായെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ഞാൻ ഓരോ ട്രേഡുകളും എന്താണെങ്കിലും അത് ഞാൻ ഓർത്ത് വെക്കാറുണ്ട് റിപ്പീറ്റേഷൻ വരുമ്പോൾ. അത് 3 വർഷം കൊണ്ട് നമ്മൾ ഇതിനെ തന്നെ ഫോളോ ചെയ്യുന്നതുകൊണ്ടുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ അന്നുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് താഴത്തോട്ട് പോയി ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എടുത്തതിന് ശേഷമാണ് തിരിച്ച് മുകളിലോട്ട് പോയത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് അന്ന്
സ്റ്റോപ്പ് ലോസിങ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. പിന്നെ നമ്മൾ റീ എൻട്രി എടുത്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു ലോ വരികയാണെങ്കിലും 23 അല്ലെങ്കിൽ 23,470 ഒരു പക്ക സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റ് റിവേഴ്സ് ആണ്. പക്ഷേ മോർണിംഗ് ടൈം ഒരു 10:30 വരെയൊക്കെ ഈ ഫ്ലക്ച്വേഷൻസ്, അതായത് വോൾട്ടാലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നോർമൽ ടൈമിൽ ആഫ്റ്റർ 10:30ക്ക് ശേഷം ഇതേപോലെ ഒരു ഇൻസൈഡ് ബാറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകും. പക്ഷേ മോർണിംഗ് ടൈമിൽ അതിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റിങ്ങിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എടുത്തിട്ട് ആൾക്കാർ ആവറേജ് ചെയ്യും, ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർ രാവിലെ ചെയ്യും, അതേപോലെ പുതിയ ബൾക്കായിട്ട് മേടിച്ചിടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ രാവിലെ ഒരു മണിക്കൂർ 15 മിനിറ്റിന് 4 ക്യാൻഡിലിൽ മേ ബി ഇവിടെ കൺസോൾട്ടേഷൻ തന്നെ വന്നേക്കാം. ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണെന്ന് വെച്ച് ഇത് രണ്ട് രീതിയിലൂടെ ബിഹേവ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങിൻ്റെ റീസൺ പറയാൻ കാരണം ഓൾമോസ്റ്റ് ഒരു കൺസോളിഡേഷൻ സോണിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈൻ, അതായത് 23,525 വാനിഷ് ആയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വാനിഷ് എന്ന് ഉദ്ദേശിച്ചാൽ അത് ക്ലിയർ ചെയ്തിട്ട് ഏകദേശം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഞാൻ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് പേഴ്സണലി നമുക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇതിൻ്റെ ഹയർ ടൈം ഫ്രെയിം നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞത് ഇൻട്രാഡേ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ആ ഒരു മൈൻഡോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ പറയുമ്പോൾ അതായത് ഹയർ ടൈം ഫ്രെയിം നോക്കുന്ന ആൾക്കാർ അത് മാത്രം നോക്കുക. കാരണം ചെറിയ ടൈം ഫ്രെയിമിൽ അപ്പായിരിക്കും, വലിയ ടൈം ഫ്രെയിമിൽ ചെറുതായിരിക്കും, അതിൻ്റെയും വലിയ ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ അപ്പായിരിക്കും. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇൻഡെക്സ് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നോക്കാം. ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഞാൻ ഓൾറെഡി അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഡിസംബറിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഞാനൊരു 22-25 അനുബന്ധിച്ച് ഞാൻ ചെയ്യുമ്പോൾ നെക്സ്റ്റ് മന്ത് എക്സ്പയറിയാണ് ഞാൻ നോക്കാറുള്ളത്. ഞാൻ ആ മന്തിൽ എക്സ്പയറി ഫ്യൂച്ചർ എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നോക്കിയിരിക്കുന്നത് ജനുവരി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ മാർക്കറ്റ് 23,806 എന്നുള്ള ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടാണ് മാർക്കറ്റ് ശ്രമിക്കുന്നത്. അപ്പോൾ നിലവിൽ ലോവിലേക്ക് പോയാൽ മാത്രം ഡൗണിനെ പറ്റി ചിന്തിച്ചാൽ മതി. ക്യാൻഡിൽ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് ഒരു 3 ക്യാൻഡിൽ 10 മണി വരെയുള്ള ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ്. 10:15 കഴിഞ്ഞിട്ടായിരിക്കും. ഒന്നെങ്കിൽ ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് 23,950 23,900 നിലവിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് 23,950 അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പോകുന്ന റൂട്ട് 24,162 അതിനിടക്ക് ഹിഡൻ കഴിഞ്ഞ ദിവസം പ്രീവിയസ് ഡേ ഒരു സപ്പോർട്ട് എടുത്ത ലെവലൊക്കെ നിൽപ്പുണ്ട്. അതും കൂടെ നമ്മളൊന്ന് മൈൻഡിൽ വെക്കണം. അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിൻ്റെ അപ്പർ സൈഡിലേക്കുള്ള ചാർട്ട്. പിന്നെ രണ്ടാമത്തെ കേസ് ഇവിടെ RSI ക്രോസ് ഓവർ ആയിട്ടുള്ളൂ. അത് റെഡിലേക്ക് കയറുന്ന വരെ നമ്മൾ എന്തായാലും ഒരു ലോ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം ട്രേഡ് എടുക്കാനായിട്ട്. അത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആവാം, അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ ഡൗൺഫാൾ ആവാം. അതിനുള്ള റീസണൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നിൽക്കുന്ന ലെവല് മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ, നമുക്ക് എന്തായാലും ഇവിടെ ഒരു എന്താ പറയണ്ടേ, ഒരു നമുക്കൊരു ലൈൻ വരച്ചിടാം. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് ലോവിലേക്കാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3 ലെവലുകളുണ്ട് സപ്പോർട്ടിൻ്റെ. 23,725, 23,687 കൺസോളിഡേഷൻ സോണ്, 23,650. അവിടെ നിന്നും മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇൻഡെക്സിൽ വരച്ചു വെച്ച പോലെ ഒരു സോൺ കീപ്പ് ചെയ്യാം. ആ സോണിൻ്റെ അപ്പർ ലെവൽ എന്ന് പറഞ്ഞാൽ 23,600, ലോവർ ലെവൽ എന്ന് പറഞ്ഞാൽ 23,550 നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് എക്സ്ട്രാ ഡൗൺ ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ലെവല്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇതിന് പറയാനുള്ളത്, അതായത് ഫ്യൂച്ചറിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ സ്ട്രൈക്ക് ഒന്ന് നോക്കാം. സ്ട്രൈക്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് സിയിൽ 23,500, 23,600 പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 23,800, 23,700 നമുക്ക് പിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഇൻട്രാഡേ ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഓഫ് വേ വെച്ചിട്ടുള്ള അനലൈസിങ് ആണ് ഇപ്പോൾ ചെയ്തത്. അത് ആ ഒരു കാര്യം അതിനായിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഹയർ ടൈം ഫ്രെയിം വ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഡെയിലി നോക്കാം. ഡെയിലി നോക്കുമ്പോൾ മാർക്കറ്റ് എന്താ ഒരു ക്രോസ് ഓവറായി
അപ്പോൾ ഞാൻ ആ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഞാൻ ഇനി എന്തായാലും ഇവിടെ നിന്ന് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ശനിയാഴ്ച തിങ്കളാഴ്ചത്തെ വ്യൂവിൽ പറഞ്ഞ വീഡിയോയിലായിരിക്കും. ഞാൻ ഓൾറെഡി എക്സിറ്റ് ആണ്. അതായത് ലോങ് ടൈം ഫ്രെയിം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ ക്രോസ് ഓവർ വന്നിട്ട് ഞാൻ എക്സിറ്റ് ആണ്. അത് ഈ ക്രോസ് ഓവറിന് താഴത്തോട്ട് പോയി ക്രോസ് ഓവർ ആവുന്നവരെ ഡൗൺ സൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തതിൻ്റെ റീസൺ. അപ്പോൾ ഇത് ക്രോസ് ഓവർ ആയി തിരിയണ വരെ ഇപ്പോൾ രണ്ട് ചാൻസ് ആണല്ലോ. ഒന്ന് ഈ ഒരു 50% ക്രോസ് ഓവർ ആവാം, അതും ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ടായിരിക്കും മാർക്കറ്റ് ക്രോസ് ഓവർ ആണ്. കാരണം വൺ ഡേയിൽ നോക്കിയേ, ഇത് ഇവിടെ മാർക്കറ്റ് റീക്രോസ് ഓവറായി പോയിട്ടുണ്ട്. അതേപോലെ ഇവിടെ റീക്രോസ് ഓവറായി വൺ ഡേയിൽ പോയിട്ടുണ്ട്. അത് ഹയർ ടൈം ഫ്രെയിം വെച്ചിട്ട് വേണം നമ്മളത് കണക്ക് കൂട്ടിയെടുക്കാൻ. അപ്പോൾ വൺ ഡേയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ വീക്കിലിയിലാണെങ്കിൽ എന്താ, വീക്കിലിയിലും മാർക്കറ്റ് എന്താ ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ, പക്ഷെ അത് ഗ്രീനിലേക്ക് കയറുന്നത് വരെ മാർക്കറ്റ് ഡൗൺ ആണ്. അപ്പോൾ വീക്കിലിയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ഡൗൺ ആണ് എന്നുള്ള കാര്യങ്ങൾ. ഇത് ബാങ്ക് നിഫ്റ്റിയിൽ ഹോൾഡ് ചെയ്യാനൊക്കെ ആയിട്ട് നന്നായിട്ട് പറ്റും. സ്വിംഗ് ട്രേഡിംഗ് മോഡൽ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ നമുക്ക് ഇനി സുഖമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പുറകെ ചെയ്യുന്നുണ്ട്. നമ്മളതും കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള ഉദ്ദേശമുണ്ട്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു സൈഡിൽ ബാങ്ക് നിഫ്റ്റി ചെറിയ ലോട്ടൊക്കെ എടുത്തിട്ട് ഹോൾഡ് ചെയ്യാൻ. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താ, എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒഴുക്കിനെതിരെ നീന്തുമ്പോഴേ പ്രശ്നമുള്ളൂ, അല്ലാത്ത സമയത്ത് നമുക്ക് എഫർട്ട്ലെസ് ആയിട്ട് മൂവ് ചെയ്യാം. അപ്പോൾ വീക്കിലി ക്യാൻഡിൽ ഡൗൺ ആണ്, വൺ ഡേ ക്യാൻഡിൽ ഡൗൺ ആണ്, അതേപോലെ തന്നെ വീക്കിലി നമ്മൾ നോക്കി മന്ത്ലിയിലേക്ക് നോക്കുമ്പോൾ എന്താ, മന്ത്ലിയിലേക്കും ഡൗൺ ആണ്. മന്ത്ലിയിലേക്ക് ഡൗൺ ആകുമ്പോൾ സപ്പോർട്ട് എടുക്കാനായിട്ട് 22,020 വരെ SMA നിൽപ്പുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഫാള് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഇപ്പോൾ കുറേ ആളുകൾ വടക്കോട്ട് പോകുന്നു. അതായത് 3 റോഡുണ്ട്, അതായത് 3 ഒരു എന്താ പറയണ്ടേ 3 ലൈൻ മൂവ്മെൻ്റ് ആണ്. 3 ലൈനിൽ 3 or 4 ആയിക്കോട്ടെ, 4 ലൈൻ നമ്മൾ 5 മിനിറ്റ് 15 മിനിറ്റ്സ് പിന്നെ മേജറായിട്ട് 15 വൺ ഡേ വീക്കിലി മന്ത്ലി നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ 4 ഞാനത് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ ഈ വീഡിയോ ഒക്കെ 10-40 പേരെ കാണത്തുള്ളൂ. ഇതുപോലത്തെ വീഡിയോസ് പിന്നെ പഠിക്കുന്നവർ കൂടുതലായിട്ട് കാണുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതൊന്ന് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ ലോട്ടറി കോൾ എന്തുകൊണ്ട് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വലിയ വലിയ ബിഗ് മൂവ്മെൻറ്റുകൾ എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ സിമ്പിളാണ്. നമ്മളതിന് വെറുതെ തലപോഞ്ഞ് ആലോചിക്കേണ്ട കാര്യങ്ങളോ കുറേ ടെക്നിക്കൽ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ഓൾറെഡി എന്താ ഇപ്പം മറ്റേ മന്ത്ലി ക്യാൻഡിലിൽ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് താഴത്തോട്ടാണ് നിൽക്കുന്നത്. വീക്കിലി ക്യാൻഡിലും ഓൾറെഡി ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത്, ക്രോസ് ഓവർ മുകളിലോട്ടായിട്ടില്ല. വൺ ഡേ ക്യാൻഡിലും ഡൗൺ സൈഡിലാണ്. അപ്പം 3 സൈഡിലും കാറ്റിൻ്റെ ദിശ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്കാണ് കാറ്റിൻ്റെ ദിശ. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോഴും ഇങ്ങോട്ടാകുമ്പോൾ അതിൻ്റെ ഫ്ലോ വളരെ കൂടുതലാണ്. കാരണം എല്ലാ ആളുകളും ഈ ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് ഒരു കൺസോളിഡേഷൻ വരുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൽ എപ്പോഴാണ് സ്ലോ ആവുന്നതെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, വൺ ഡേ ക്യാൻഡ് മന്ത്ലിയിൽ ഡൗൺ ആണ്, വീക്കിലിയിൽ ഡൗൺ ആണ്, വൺ ഡേയിൽ ഡൗൺ ആണ്. പക്ഷേ 15 മിനിറ്റ്സിലും 5 മിനിറ്റ്സിലും മാർക്കറ്റ് അപ്പാണെങ്കിൽ എന്തു പറ്റും, ക്യാൻഡിൽ ഇത് ഇങ്ങനെ കൺസോളിഡേഷൻ ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളായിരിക്കും മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് മേലോട്ട് പോയിട്ട് തിരിച്ച് ക്രോസ് ഓവർ ആകുമ്പോഴാണ് കൂടെയുള്ള 3 പേരും ഒരേ ദിശയിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റോപ്പ് വന്ന് 15 മിനിറ്റ്സിൽ ഒരു ബാരിക്കേഡ് വന്നിട്ടുണ്ട്. അതായത് 15 മിനിറ്റ്സും 5 മിനിറ്റ്സും മാർക്കറ്റിൽ ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ ഇവിടെ ഒരു തടസ്സം വന്നു. അപ്പോൾ വൺ ഡേയിലും മന്ത്ലിയിലും വീക്കിലിയിലൊക്കെ താഴത്തോട്ട് പോകും. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ വിട്ടിട്ട് ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള ആളുകളൊന്നുമല്ല. ഇവരെന്ത് ചെയ്യുന്നു അത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ തടസ്സം മാറുന്നവരെയും ഈ ഭാഗത്ത് തന്നെ ഇങ്ങനെ നിന്നു. കുറച്ച് നേരമൊക്കെ ഒന്ന് റിവേഴ്സൊക്കെ പോണ പോലെ കാണിക്കും, തിരിച്ചു പോകാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവരുടെ മനസ്സ് മാറും. കാരണം എന്താ, കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇവർ മുകളിലോട്ട് പോവില്ല, ഇവിടെ തന്നെ നിന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, ആ ബാരിക്കേഡ് മാറ്റി കഴിയുമ്പോൾ
നേരെ താഴത്തോട്ട് പോകും. ആ ബാരിക്കേഡാണ് നമ്മുടെ RSI SMA അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാരിക്കേഡായിട്ട് വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ പിന്നെ എപ്പോഴാണ് ഇത് കൺസോൾട്ടേഷൻ ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ മന്ത്ലി താഴത്തോട്ടാണ്, വീക്കിലി പൊക്കത്തോട്ടാണ്, വൺ ഡേ പൊക്കത്തോട്ടാണ്, അല്ലെങ്കിൽ ഒരു ഹാഫ് സർക്കിളിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടുതലും മെജോറിറ്റി കൺസോൾട്ടേഷൻ. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ഡയറക്ഷൻ തീരുമാനിച്ചിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട് ഇന്ന് മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് 200 പോയിൻ്റ് 250 പോയിൻ്റ് മൂവ് ചെയ്യണത്, എന്തുകൊണ്ടാണ് 100 പോയിൻറ്റ്സ് മൂവ് ചെയ്യണത്, എന്തുകൊണ്ടാണ് മൂവ്മെൻറ്റ് ഇല്ലാത്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൺഫ്യൂസിങ് ആണെങ്കിൽ, നമുക്ക് വഴിയറിയാതെ നിൽക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യും, അവിടെ തന്നെ നിൽക്കും. നമുക്ക് റൂട്ട് ക്ലിയർ ചെയ്ത് കിട്ടിയിട്ടാണ് നമ്മൾ ഡയറക്ഷൻ തുടങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു ജംഗ്ഷനിൽ ചെന്നിട്ട് വഴിയറിയാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ചോദിക്കും, ഇല്ലെങ്കിൽ നെയിം ബോർഡ് നോക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള മൂവ്മെൻറ്റ് നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് ഏത് സൈഡിട്ട് എടുക്കണമെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ RSI എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഞാൻ നോക്കുന്ന മെത്തേഡാണ്. മറ്റുള്ളവർ വേറെ ടെക്നിക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോടൊത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ മന്ത്ലിയിലും ഡൗൺ സൈഡാണ്. മന്ത്ലിയിൽ റെഡ് ഇട്ട് കയറണം. റെഡ് ഇട്ട് കയറി കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് ഈ റെഡ് സൈഡിൻ്റെ അടിയിലാണെങ്കിലാണ് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് വരാനായിട്ട് ചാൻസസ് ഉള്ളു. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് മാസമാണ്, കഴിഞ്ഞ മാസത്തിൻ്റെ മുമ്പത്തെ മാസം ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ആ ഒരു മാസത്തിൻ്റെ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അടുത്ത മാസത്തെ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യാം. അതിന് അടുത്ത മാസത്തെ ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ, അതായത് ഒരു വലിയ ക്യാൻഡിൽ, ഒരു ഡോജി ക്യാൻഡിൽ, ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്ത ആൾക്കാർ 2 മാസത്തെ വീഡിയോ എടുത്ത്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. മന്ത്ലി ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഡോജി ക്യാൻഡിലായിരിക്കും എന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് 101% ഉറപ്പിൽ ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷനും നമ്മൾ പറഞ്ഞതാണ്, അടുത്ത മാസത്തെ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റും നമ്മൾ പറഞ്ഞതാണ്. ഇപ്പം അത് പറഞ്ഞില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കത്തില്ല. കാരണം ഈ മന്തിൻ്റെ ലാസ്റ്റത്തെ ഏത് ഡേറ്റ് ആണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഈ മന്ത്ലി ക്യാൻഡിലിൻ്റെ ലാസ്റ്റത്തെ വീക്കോ നെക്സ്റ്റ് മന്തിൻ്റെ ആദ്യത്തെ വീക്കോ ഏതോ ആണ് ഡോജി ക്യാൻഡിലായിട്ട് ഈ മന്ത് കഴിഞ്ഞ മാസം ഫോം ചെയ്യും. നെക്സ്റ്റ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരും. കാരണം പിന്നെ രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ഈ പ്രീവിയസ് ക്യാൻഡിലിന് ഹൈ ടച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ പോട്ടെ, മേ ബി ചിലപ്പോൾ 2 ഡോജി ക്യാൻഡിൽ വരുമോ വരാതിരിക്കുമല്ല, ഏകദേശം നമ്മൾ പറഞ്ഞൊരു സ്ട്രെങ്ത്തിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കണേ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഊഹിപ്പിച്ചെന്നുള്ളൂ. വരുമോ വരാതിരിക്കുമോ സെക്കൻഡറി. പക്ഷേ ഡോജി ക്യാൻഡിലും ഒരു ട്രെൻഡ് റെഡ് കണ്ടിന്യൂവേഷൻ നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ചതായതുകൊണ്ട് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നമ്മൾ ആരോയൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ വരച്ചിട്ട ലെവലും ഓട്ടോമാറ്റിക്കായിട്ട് റീച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് 50,864 മാർക്കറ്റ് നിൽക്കുന്നത്. ഏതാണ്ടൊക്കെ ഒരു മോർണിംഗ് സ്റ്റാർ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു W പാറ്റേൺ ഫോം ചെയ്തിട്ടാണ് മാർക്കറ്റ് ഫോം ചെയ്യാൻ. W പാറ്റേൺ ഞാൻ കൂടുതലും M പാറ്റേണും W പാറ്റേണും നല്ല രീതിയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാറുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ അതാണ്. ഹെഡ് ആൻഡ് ഷോൾഡറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, M പാറ്റേൺ കൂടുതലും വരാറുണ്ട്. അതായത് ഒരു ഡബിൾ ബോട്ടം ഡബിൾ ടോപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ RSIയിൽ ഒരു ക്രോസ് ഓവർ 15 മിനിറ്റ്സിൽ വന്നിട്ടുണ്ട്. അത് ഗ്രീനിലേക്കും കൂടെ കയറിയാലാണ് കൺഫർമേഷൻ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പോക്ക് കണ്ടിട്ട് അതൊരു SMA അല്ലെങ്കിൽ 51,035 റീടെസ്റ്റിന് വേണ്ടി പോവുകയാണോ എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഡൗൺ അപ്പ് ഡൗൺ. അപ്പോൾ ഇവിടെ ഒരു അപ്പ് വന്നിട്ടൊരു ഡൗൺ വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് പോകുമെന്നുള്ള നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള മൂവ്മെൻറ്റ് 51,035 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട്
15 മിനിറ്റ്സിൻ്റെ ഒപ്പം ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ലെവല് 51,368 അത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവല് 51,597 632 ആ ഒരു ലെവലാണ്. അതിനുശേഷം അവിടെ നിന്നും നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് ഗ്യാപ്പ് ഫില്ലിങ്ങിനെ പറ്റി ആലോചിച്ച് വെച്ചാൽ മതി. അത് 52,053 ഇതാണ് ഹയ്യർ അപ്പ് ട്രെൻഡ് മൂവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ഡൗൺ സൈഡിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെയായിരിക്കും ലെവല്. കറക്റ്റ് സപ്പോർട്ടൊക്കെ എടുത്തിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ 51,035 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ട്രെൻഡ് ഒരു എന്താ ഒന്നെങ്കിൽ 51,035 അല്ലെങ്കിൽ 50,684 ബ്രേക്ക് ചെയ്തോ. അപ്പോൾ അവിടെ നമ്മൾ മേളിൽ നിന്നുള്ള ആരോ തന്നെ ഇടാം. അത് 50,421 കൺസോൾട്ടേഷൻ സോണിലേക്കുള്ള ആദ്യ മൂവ്മെൻറ്റും സെക്കൻഡ് 50,122 മൂവ്മെൻറ്റും പിന്നെ തേർഡ് നമ്മളെന്താ നിഫ്റ്റിയിൽ നമ്മളൊരു റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ബോക്സ് നമുക്ക് ഇവിടെയും വരക്കാം. അതിൻ്റെ ഹയർ ലെവല് 49,781 ഡൗൺ 49,600 റൗണ്ട് ചെയ്ത് കൂട്ടിയാൽ മതി. ഒരു ഫാൻസി നമ്പർ സപ്പോർട്ടാണ് അവിടെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡൗൺ ആണെങ്കിൽ വീണ്ടും നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സിലേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് 15 മിനിറ്റ്സിൻ്റെ ഇൻഡെക്സിൻ്റെ ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ആരോ കുറച്ചുകൂടെ നീക്കിയിടാം, എങ്കിലേ നമുക്ക് അടുത്ത ദിവസം കാണാനായിട്ട് പറ്റത്തുള്ളൂ. ദൂരെ കൂടുതലായി പോയാൽ നമുക്ക് അടുത്ത ദിവസം നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നോക്കാം. ഫ്യൂച്ചറിൽ പക്ക കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഇൻഡെക്സിനേക്കാളും കുറച്ചും കൂടെ ക്ലാരിറ്റി എപ്പോഴും ഫ്യൂച്ചറിലായിരിക്കും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഫ്യൂച്ചർ വ്യൂ കുറച്ച് ക്ലാരിറ്റി ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 51,330 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് 51,692 ഇവിടെ ഒരു ലെവലുണ്ട്, അതും കൺസോൾട്ടേഷനാണ്. 51,547 ഒരു റെസിസ്റ്റൻ്റ് ഉണ്ട്, 51,475 റെസിസ്റ്റൻ്റ് ഉണ്ട്. അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ 51,837 അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 52,127 നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിൽക്കുന്ന 51,330 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും എഗെയിൻ ഡൗൺ വന്ന് 51,112 അവിടെ നിന്നും ഡൗൺ ആയാൽ 50,750 മാർക്കറ്റ് ഫാളാവാം. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ നിഫ്റ്റിയിലാണെങ്കിലും ഇൻഡെക്സിൻ്റെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഒരു സോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് 50,330 ലോവർ 50,500 ഹയർ ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ അടുത്തൊരു ട്രെൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ പറയാനുള്ളത്. പിന്നെ സ്ട്രൈക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും സിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 50,500 പിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന 51,000 നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. എക്സ്പയറി ഡേ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മാക്സിമം നെക്സ്റ്റ് മന്ത് എക്സ്പയറി ഒരു ലോങ് ഹോൾഡിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നെക്സ്റ്റ് മന്ത് എക്സ്പയറി നോക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷനായിട്ടുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ കൺസോളിഡേഷൻ വന്നിട്ട് മൂവ്മെൻറ്റ് കിട്ടാണ്ടാവാണ്ട് മെൽറ്റല്ല ലോ വരാനായിട്ടുള്ള ചാൻസസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ എന്താ പറയേണ്ട ഒരു മന്ത്ലി വ്യൂ നമുക്ക് എക്സ്പയറി കഴിഞ്ഞിട്ട് അടുത്ത എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് അടുത്തത് കൊണ്ട് മാത്രം നമുക്കൊരു റഫായിട്ട് നോക്കി വെക്കാം. ഡെയിലിയിൽ സ്റ്റിൽ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്.
50% ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 49,702 നമ്മൾ 15 മിനിറ്റ്സിൻ്റെ നോക്കി വരച്ച ആ ഒരു കൺസോളിഡേഷൻ സോൺ എന്നുള്ളത് വൺ ഡേയുടെ ക്യാൻഡിൽ കറക്റ്റ് 49,702 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 49,702 ബോഡി ക്ലോസിങ്ങും വിക്ക് 48,997 വരെയൊക്കെ മേ ബി വന്നേക്കാം. അപ്പോൾ ഇതാണ് പ്രീവിയസ് ആയിട്ട് 49,966 എന്നുള്ള കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് വന്ന് കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റിൽ നമ്മൾ ഡൗൺ സൈഡ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. RSI ക്രോസ് ഓവർ ആവാതെ നമ്മൾ റിവേഴ്സൽ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ എന്ന് വെച്ച് ഇത് താഴത്ത് വന്ന് ക്രോസ് ഓവർ ആവുന്ന സമയത്ത് ഗ്രീൻ ക്യാൻഡിലോ അല്ലെങ്കിൽ കൺസോൾട്ടേഷനോ വന്നിട്ട് റിവേഴ്സായി കൂടായില്ല. ഈ ക്രോസ് ഓവർ താഴെ എത്തണവരെയും എല്ലാം റെഡ് തന്നെ വന്നോണം എന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഞാനൊരു അപ്പ് മൂവ്മെൻറ്റിലേക്കുള്ള ട്രെൻഡ് തൽക്കാലം പ്രതീക്ഷിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ, വീക്കിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഡൗൺ സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പർ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അടുത്തൊരാഴ്ച കൂടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറാതെ നമ്മൾ എന്നാണ് ലോങ് പൊസിഷൻ ഒന്നും നോക്കുന്നില്ല. എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അനലൈസാണ്. അതേപോലെ മന്ത്ലി ക്യാൻഡിലും ക്രോസ് ഓവർ ഡൗണിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ മൊത്തത്തിൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ SMA താഴെയാണ് നിൽക്കുന്നതും. അപ്പോൾ അതുകൊണ്ടൊരു നല്ല രീതിയിലുള്ള ഡംപ് അടുത്ത മാസമോ അതിൻ്റെ പിന്നത്തെ മാസത്തോട് കൂടിയിട്ടൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി നിലവിൽ കാണുന്നുണ്ട്. ഇതൊരു പ്ലാൻ A ആണ്. പിന്നെ നമ്മൾ അങ്ങനെ വലിയ ഹോൾഡിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇൻട്രാഡേ നോക്കുന്ന 2 മണിക്കൂർ കൊണ്ട് കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഒരു ഒരു ഡൗൺ അപ്പോൾ ഇതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ഈ മാസം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വരുന്ന മാസം. അപ്പോൾ എനിവേ അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ നമ്മുടെ ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളവർ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. മെസ്സേജസ് ഞാൻ അധികം കോൺസെൻട്രേഷൻ ചെയ്യാറുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ ഓൾ ദി ബെസ്റ്റ്.